ഷിജോ ഹായ് ഹായ്, ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഒരു അൻസിബയുടെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് അൻസിബ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അത്രയും ദിവസം തോന്നാത്ത ഒരു ഫീലിംഗ് തോന്നിയ ഒരു സീനായിരുന്നു അൻസിബ എവിക്റ്റ് ആവുന്ന ആ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന ലാലേട്ടൻ്റെ കൂടെയുള്ള ഒരു സീൻ. അതായത് ഞാൻ സീസൺ 1 മുതൽ 6 വരെ കണ്ടിട്ടുള്ള എല്ലാ സീസണുകളിലും ഇന്ന് വരെ ലാലേട്ടനെ ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നവരെയും കാല് തൊട്ട് തൊഴുന്നവരെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, പോകാൻ നേരവും വരുന്നതും ഒക്കെ. എന്നാൽ ഇന്ന് ഈ വീഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടന് കൈ കൊടുത്ത് പോകാൻ തുടങ്ങുന്ന അൻസിബയെ ലാലേട്ടൻ അങ്ങോട്ട് ഹഗ് ചെയ്യാൻ വേണ്ടി കൈ ആയുന്ന ആ ഒരു സീൻ. ആ സീൻ കണ്ട എനിക്ക് തോന്നിയ ഒരു കാര്യമാണിത്. ബാക്കിയുള്ള ആളുകളുടെ അടുക്കൽ സാധാരണ ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ ലാലേട്ട എന്ന് ചോദിക്കുന്നതും അല്ലെങ്കിൽ ലാലേട്ടനെ കെട്ടിപ്പിടിക്കാൻ അങ്ങോട്ട് ചെല്ലുന്നതുമായ സീനാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ആ സീനും അൻസിബ ഔട്ടായ ശേഷമുള്ള അൻസിബയുടെ മൂക്കുത്തുന്ന ഒരു വീഡിയോയുമാണ് ഞാൻ ഇതോടൊപ്പം അപ്ലോഡ് ചെയ്തത്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സോ മച്ച് ലാലേട്ട. ഓക്കേ, ഗുഡ് ലക്ക്. നമുക്ക് കാണാം. ശരി, ഓക്കേ, ഫിനാലേക്ക് കാണാം. ചോദിക്കുന്നില്ലേ, ഹലോ ആണ് പറയണത്. ഹായ് ഹായ്, എല്ലാവരോടും ഹായ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് തന്ന ഈ ഒരു സപ്പോർട്ടിന്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഇത്രയും ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുള്ളത്. ഐ എം സോ ഹാപ്പി. ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിജയമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണിത് നിങ്ങളെല്ലാവരും തരുന്ന ഈ ഒരു സപ്പോർട്ട്. അഭിഷേക് അയച്ചിട്ടുണ്ട് ഹായ് ആൻഡ് സി ലോട്ട്സ് ഓഫ് ലവ് യു ലോട്ട്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ ഉണ്ടായിരുന്ന സമയത്ത് അൻസിബയെ കട്ടിൽ സിബ എന്നൊക്കെ പറയുമെങ്കിലും ആ ബിഗ് ബോസ് വീട്ടിലെ അവസാന ആഴ്ചകളിലൊക്കെ അൻസിബയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. കാരണം ഇപ്പോഴത്തെ ബിഗ് ബോസിലെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കുന്നു. ടിക്കറ്റ് ഫിനാലെ നടക്കുന്ന ഈ സമയത്ത് പോലും എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലൈവ് കാണുന്നവർ പരമ ബോറടിച്ച് എഴുന്നേറ്റ് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അൻസിബ ഉണ്ടായിരുന്നപ്പോൾ വളരെ അൻസിബയും ഋഷിയും ശ്രീകുമാറും ചേർന്ന ഒരു ഗ്യാങ്ങും മറുസൈഡിൽ ഒരു കൂട്ടം ആളുകൾ അൻസിബയ്ക്കെതിരെ നിൽക്കുന്നതുമായ സ്ഥിതിവിശേഷം എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മാമനും മച്ചാനും പെങ്ങളുകുട്ടിയൊക്കെ ആയിട്ട് ബിഗ് ബോസ് ദിനങ്ങൾ തള്ളിപ്പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.